കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. G7 സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര ധാരണ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ഇരു നേതാക്കളും ധാരണയിലെത്തി. ഇരു രാജ്യങ്ങളും ഉടൻ പുതിയ നയതന്ത്ര ഹൈക്കമ്മീഷൻ നിയമനം നടത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങളുമായി ഐസൻ ജോസ് ഒപ്പം ചേരുന്നു. ഐസൻ, ഒരുപക്ഷെ ഒരല്പം പിണക്കമുണ്ടായിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിൽ. ഈ കൂടിക്കാഴ്ചയിലൂടെ അതൊക്കെ മാറുന്നു. എത്ര കണ്ട് നിർണായകമായിരുന്നു മാർക്ക് കാർണി നരേന്ദ്രമോദി കൂടിക്കാഴ്ച? തീർച്ചയായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തന്നെ തുടർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തുണ്ടായിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോയുടെ കാലത്തിന് ശേഷം അത് കുറെ കൂടി ലളിതമാകുന്നു എന്നാണ്, അല്ലെങ്കിൽ അത് കുറെ കൂടി ലഘൂകരിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് നിലവിലെ സൂചനകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാനഡയിലെത്തിയ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഊന്നിയ വിഷയം, അതായത് ഏത് രീതിയിലാണ് രാഷ്ട്രീയ ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിർത്തേണ്ടത് എന്നത് സംബന്ധിച്ച കൃത്യമായൊരു ധാരണയിൽ ഇരു നേതാക്കളും എത്തിയിരുന്നു. ആ ധാരണ എന്ന് പറയുന്നത് അതിന്റെ ഒരു മുഖ്യ ഊന്നൽ എന്ന് പ്രത്യേകമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും പരമാധികാരവും നിയമവാഴ്ചയും സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടികളും സഹകരണങ്ങളുമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാവുക. കാനഡയും ഭാരതവും തമ്മിൽ ഉണ്ടാവുക എന്നാണ് വളരെ കൃത്യമായ ഒരു ഉറപ്പ് പരസ്പരം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഭാരതത്തെ ഛിദ്രിപ്പിക്കുന്ന ശക്തികൾക്ക് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കാനഡയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന ഉത്തരം ഏറ്റവും സുപ്രധാനവുമാണ്. ഖാലിസ്ഥാൻവാദികൾക്ക് പിന്തുണ നൽകിയ ഒരു നീക്കം ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത്തരത്തിൽ ഖാലിസ്ഥാൻവാദികൾ കാനഡയിൽ വലിയ തോതിൽ അവരുടെ സമ്പത്ത് സ്വരൂപിക്കുകയും അത് ഭാരതത്തിന്റെ സുരക്ഷയ്ക്കെതിരെ പ്രയോഗിക്കപ്പെടുകയും ചെയ്യുന്നു എന്നൊരു പരാതി നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്ന രീതിയിലേക്ക്, ഒരു ഭീകര വിരുദ്ധ നിലപാടിലേക്ക് കാനഡയും നീങ്ങുന്നു. അത് ഖാലിസ്ഥാനെതിരായ ഒരു നീക്കത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും തുറക്കുന്നു എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മികച്ച ബന്ധം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത പ്രസ്താവനയുടെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത സ്റ്റേറ്റ്മെന്റിൽ അറിയിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ നടന്നതിന് ശേഷമുള്ള റീഡൌട്ടിൽ ഇത്തരത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ബഹിരാകാശ രംഗത്തും മറ്റ് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും എല്ലാം തന്നെ ഭാരതവും കാനഡയും സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള പല ധാരണകളും ഉണ്ടാകുമെന്ന ഒരു തീരുമാനവും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനം ഈ രാഷ്ട്രീയ തീരുമാനം തന്നെയാണ്, ഒരു രാഷ്ട്രീയ വിഷയം. അതായത് ഒരു ഭാരതത്തിന്റെ ഒരു അഖണ്ഡതയെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ കാനഡയുടെ മണ്ണിൽ നിന്ന് ആക്രമണം നടത്താനുള്ള ഒരു നീക്കത്തെ കൃത്യമായും എതിർക്കാനുള്ള ഒരു ധാരണയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ധാരണയുടെ സ്വഭാവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വലിയ തോതിലുള്ള സഹകരണം വാണിജ്യ രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലും എല്ലാം തന്നെ ഭാരതവും കാനഡയും തമ്മിൽ ഉണ്ടാകുമെന്നതും ഒരു യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം. ശരി, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. G7 സമ്മേളന വേദിയിലായിരുന്നു കൂടിക്കാഴ്ച. പരസ്പര സഹകരണം ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും ധാരണയിലെത്തി എന്ന സന്തോഷ വാർത്ത അവിടെ നിന്ന് പുറത്തു വരുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്. അങ്ങനെ പുത്തൻ പുലരി അരമണിക്കൂർ പിന്നിടുകയാണ്.